തീയതി 25/5/26 പ്രഭാത മുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, സ്വയം തന്നോട് ചോദിക്കൂ, ഞാൻ കർമ്മേന്ദ്രിയ ജീത് ആയോ? ഏതെങ്കിലും കർമ്മേന്ദ്രിയം എന്നെ ചതിക്കുന്നില്ലല്ലോ. ചോദ്യം: കർമാതീതം ആകുന്നതിനു വേണ്ടി കുട്ടികളായ നിങ്ങൾ സ്വയം തനിക്ക് ഏതൊരു വാക്ക് കൊടുക്കണം? ഉത്തരം: സ്വയം തനിക്ക് വാക്ക് കൊടുക്കൂ. ഏതെങ്കിലും കർമ്മേന്ദ്രിയം ഒരിക്കലും ചഞ്ചലമാവുകയില്ല. എനിക്ക് എൻ്റെ കർമ്മേന്ദ്രിയങ്ങളെ വശപ്പെടുത്തണം. ബാബ ഏതെല്ലാം ഡയറക്ഷൻ നൽകിയോ അത് പ്രാവർത്തിയിൽ കൊണ്ടുവരിക തന്നെ വേണം. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, കർമാതീതമാകണം എങ്കിൽ യാതൊരു കർമ്മേന്ദ്രിയത്തിലൂടെയും വികർമ്മം ചെയ്യാതിരിക്കൂ. മായ വളരെ ബലവാനാണ്. കണ്ണുകൾ ചതിക്കുന്ന ഒന്നാണ്. അതിനാൽ സ്വയം തന്നെ സംരക്ഷിക്കൂ. ഓം ശാന്തി. കുട്ടികൾ ആത്മാഭിമാനിയായി ഇരിക്കുകയാണോ? സ്വയം തന്നോട് ചോദിക്കൂ. ഓരോ കാര്യവും സ്വയം തന്നോട് ചോദിക്കേണ്ടി വരും. ബാബ യുക്തി പറഞ്ഞു തരുന്നു. സ്വയം തന്നോട് ചോദിക്കൂ, ആത്മാഭിമാനിയായി ആണോ ഇരിക്കുന്നത്? ബാബയെ ഓർമ്മിക്കുന്നു. കാരണം ഇത് നിങ്ങളുടെ ആത്മീയ സേനയാണ്. ആ സേനയിലാണെങ്കിൽ എല്ലായ്പ്പോഴും യുവാക്കൾ തന്നെയാണ് ചേരുന്നത്. ഈ സേനയിൽ 14-15 വയസ്സുള്ള യുവാക്കളുമുണ്ട്, 90 വയസ്സുള്ള വൃദ്ധരുമുണ്ട്, ചെറിയ കുട്ടികളും ഉണ്ട്. ഈ സേന മായയുടെ മേൽ ജയം നേടുന്നതിൻ്റെതാണ്. ഓരോരുത്തർക്കും മായയുടെ മേൽ ജയം നേടി ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് നേടണം. കാരണം മായ വളരെ ദുഷ്കരമാണ്. മായ വളരെ പ്രബലമാണ് എന്ന് കുട്ടികൾ സ്വയവും അറിയുന്നു. ഓരോ കർമ്മേന്ദ്രിയവും വളരെയധികം ചതിക്കുന്നു. ഏറ്റവും ആദ്യം കൂടുതൽ ചതിക്കുന്നത് ഏതൊരു കർമ്മേന്ദ്രിയമാണ്? കണ്ണുകൾ തന്നെയാണ് ഏറ്റവും അധികം ചതിക്കുന്നത്. സ്വന്തം പത്നി ഉണ്ടായിരിക്കുമ്പോഴും സുന്ദരമായ മറ്റാരെയെങ്കിലും കാണുമ്പോൾ ഉടൻ അത് ആകർഷിക്കും. കണ്ണുകൾ വളരെയധികം ചതിക്കുന്നു. അവരെ സ്പർശിക്കട്ടെ എന്ന ആഗ്രഹമുണ്ടാകുന്നു. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. സദാ ബുദ്ധി കൊണ്ട് ഇത് മനസ്സിലാക്കൂ, നമ്മൾ ബ്രഹ്മകുമാർ കുമാരിമാർ സഹോദരി സഹോദരന്മാരാണ്. ഇതിൽ മായ വളരെ ഗുപ്തമായി ചതിക്കുന്നു. അതിനാൽ ഇത് ചാർട്ടിലും എഴുതണം. ഇന്ന് മുഴുവൻ ദിവസത്തിലും ഏതെല്ലാം കർമ്മേന്ദ്രിയം എന്നെ ചതിച്ചു. ഏറ്റവും കൂടുതൽ ശത്രു ഈ കണ്ണുകളാണ്. അതിനാൽ ഇത് എഴുതണം. ഇന്നയാളെ കണ്ടു, എൻ്റെ ദൃഷ്ടി അങ്ങോട്ട് പോയി. സൂര്യദാസിൻ്റെയും ഉദാഹരണമുണ്ടല്ലോ. തൻ്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. തൻ്റെ പരിശോധന നടത്തുമ്പോൾ കണ്ണുകൾ കൂടുതൽ ചതിക്കുന്നു. സ്വന്തം സ്ത്രീയെയും ഉപേക്ഷിച്ച് നല്ലതായ ആരെങ്കിലും കണ്ടുവെങ്കിൽ അവരിൽ അർപ്പണമാകുന്നു. ആരെങ്കിലും പാടുന്നതിൽ സമർത്ഥരാണ് എങ്കിൽ, നല്ല അലങ്കാരങ്ങളുണ്ട് എങ്കിൽ കണ്ണുകൾ പെട്ടെന്ന് ചഞ്ചലമാകും. അതിനാൽ ബാബ പറയുന്നു, ഈ കണ്ണുകൾ വളരെയധികം ചതിക്കുന്നു. സേവനവും ചെയ്യുന്നു, പക്ഷേ കണ്ണുകൾ വളരെയധികം ചതിക്കുന്നു. ഈ ശത്രുവിൻ്റെ മേൽ പൂർണ്ണ പരിശോധന വയ്ക്കണം. ഇല്ലെങ്കിൽ നമ്മൾ തൻ്റെ പദവിയെ ഭ്രഷ്ടമാക്കും എന്ന് മനസ്സിലാക്കൂ. ആരാണോ വിവേകശാലികളായ കുട്ടികൾ, അവർ തങ്ങളുടെ അടുക്കൽ ഡയറിയിൽ നോട്ട് ചെയ്യണം. ഇന്നയാളെ കണ്ടപ്പോൾ എൻ്റെ ദൃഷ്ടി അങ്ങോട്ട് പോയി. പിന്നെ സ്വയം തനിക്ക് തന്നെ ശിക്ഷ കൊടുക്കൂ. ഭക്തിമാർഗത്തിലും പൂജയുടെ സമയം ബുദ്ധി മറ്റ് ഭാഗങ്ങളിലേക്ക് ഓടിപ്പോകുന്നു എങ്കിൽ സ്വയം നുള്ളു കൊടുക്കുന്നു. അതിനാൽ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ത്രീയോ മറ്റോ മുന്നിൽ വരികയാണ് എങ്കിൽ ഒഴിഞ്ഞു മാറണം. നിന്നുകൊണ്ട് നോക്കരുത്. കണ്ണുകൾ വളരെയധികം ചതിക്കുന്ന ഒന്നാണ്. അതിനാൽ സന്യാസിമാർ കണ്ണുകൾ അടച്ചിരിക്കുന്നു. സ്ത്രീകളെ പിന്നിലും പുരുഷനെ മുന്നിലും ഇരുത്തുന്നു. ചിലരാണെങ്കിൽ ഇങ്ങനെയുമുണ്ട്. അവർ സ്ത്രീയെ
തീർത്തും നോക്കുന്നതേയില്ല. കുട്ടികളായ നിങ്ങൾക്കാണെങ്കിൽ വളരെ പ്രയത്നിക്കേണ്ടതുണ്ട്. വിശ്വത്തിൻ്റെ രാജ്യഭാഗ്യം നേടുക ചെറിയ കാര്യമൊന്നുമല്ല. അവരാണെങ്കിൽ കൂടിയാൽ 10,000-മോ 12,000-മോ 20,000-മോ 1-2 ലക്ഷമോ കോടിയോ ശേഖരിക്കും, തീർന്നു പോവുകയും ചെയ്യും. കുട്ടികളായ നിങ്ങൾക്കാണെങ്കിൽ അവിനാശി സമ്പത്ത് ലഭിക്കുന്നു, സർവപ്രാപ്തിയുമുണ്ടാകുന്നു. പ്രയത്നിക്കേണ്ടി വരും വിധത്തിലുള്ള ഒരു വസ്തുവും ഉണ്ടായിരിക്കില്ല. കലിയുഗത്തിൻ്റെ അന്തിമവും സത്യയുഗത്തിൻ്റെ ആദിയും തമ്മിൽ രാപകലിൻ്റെ വ്യത്യാസമുണ്ട്. ഇവിടെയാണെങ്കിൽ ഒന്നും തന്നെയില്ല. ഇപ്പോൾ ഇത് നിങ്ങളുടെ പുരുഷോത്തമ സംഗമയുഗമാണ്. പുരുഷോത്തമം എന്ന വാക്ക് തീർച്ചയായും എഴുതണം. മനുഷ്യനിൽ നിന്നും ദേവതയാക്കി നിങ്ങളിപ്പോൾ ബ്രാഹ്മണൻ ആയിരിക്കുന്നു. മനുഷ്യരാണെങ്കിൽ തീർത്തും ഘോര അന്ധകാരത്തിലാണ്. സ്വർഗം കാണാൻ കഴിയാത്ത ധാരാളം പേരുണ്ട്. ബാബു പറയുന്നു, കുട്ടികളെ, നിങ്ങളുടെ ധർമ്മം വളരെ സുഖം നൽകുന്ന ഒന്നാണ്. മനുഷ്യർക്ക് ഒന്നും അറിയില്ല. ഭാരതവാസികളും മറന്നുപോയി ഹെവൻ എന്തു വസ്തുവാണ്. ക്രിസ്ത്യൻസും സ്വയം പറയുന്നു ഹെവൻ ഉണ്ടായിരുന്നു. ഈ ലക്ഷ്മി നാരായണനെ ഗോഡ് ഗോഡസ് എന്ന് പറയുന്നുവല്ലോ. അപ്പോൾ തീർച്ചയായും ഗോഡ് തന്നെയായിരിക്കും ഇങ്ങനെയാക്കുക. അപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, വളരെയധികം പ്രയത്നിക്കേണ്ടതുണ്ട്. ദിവസവും തൻ്റെ കണക്ക് നോക്കൂ. ഏതൊരു കർമ്മേന്ദ്രിയമാണ് എന്നെ ചതിച്ചത്? നാവും വളരെയധികം ചതിക്കുന്നു. മുൻപ് കച്ചേരി കൂടുമായിരുന്നു. എല്ലാവരും തങ്ങളുടെ തെറ്റ് പറയുമായിരുന്നു. നമ്മൾ ഇന്ന വസ്തു ഒളിച്ചു വെച്ച് കഴിച്ചു. നല്ല നല്ല വലിയ വീട്ടിലെ പെൺകുട്ടികളും പറഞ്ഞു ഇങ്ങനെയെല്ലാം മായ യുദ്ധം ചെയ്യുന്നുവെന്ന്. ഒളിച്ചു വെച്ച് കഴിക്കുന്നതും മോഷണമാണ്. അതും ശിവ് ബാബയുടെ യജ്ഞത്തിൽ നിന്നും മോഷണം. ഇത് വളരെ മോശമാണ്. കക്ക മോഷ്ടിച്ചാലും കള്ളൻ, ലക്ഷം മോഷ്ടിച്ചാലും കള്ളൻ. മായ പൂർണ്ണമായും മൂക്കിന് പിടികൂടുന്നു. ഈ ശീലം വളരെ മോശമാണ്. മോശമായ ശീലമുണ്ട് എങ്കിൽ നമ്മൾ എന്തായി മാറും? സ്വർഗത്തിലേക്ക് പോകുന്നത് വലിയ കാര്യമൊന്നുമല്ല. എന്നാൽ അതിൽ പിന്നെ പദവിയുമുണ്ടല്ലോ. രാജാവ് എവിടെ, പ്രജ എവിടെ? എത്ര വ്യത്യാസമുണ്ട്. അതിനാൽ കർമ്മേന്ദ്രിയങ്ങളും വളരെയധികം ചതിക്കുന്ന ഒന്നാണ്. അതിനെ സൂക്ഷിക്കണം. ഉയർന്ന പദവി നേടണമെങ്കിൽ ബാബയുടെ ഡയറക്ഷൻ അനുസരിച്ച് പൂർണ്ണമായും നടക്കണം. ബാബ ഡയറക്ഷൻ നൽകും. മായ പിന്നെ ഇടയിൽ വന്ന് വിഘ്നമിടും. ബാബ പറയുന്നു, മറന്നു പോകരുത്, ഇല്ലെങ്കിൽ അന്തിമത്തിൽ വളരെയധികം പശ്ചാത്തപിക്കും. തോറ്റുപോകുന്നതിൻ്റെ സാക്ഷാത്കാരവും ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ പറയുന്നു നമ്മൾ നരനിൽ നിന്നും നാരായണനാകും. എന്നാൽ സ്വയം തന്നോട് ചോദിക്കൂ, തൻ്റെ കണക്കെടുക്കൂ. പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നത് പ്രയാസമായ വളരെ പേരുണ്ട്. എന്നാൽ ബാബു പറയുന്നു, ഇതിലൂടെ നിങ്ങളുടെ ഉന്നതി വളരെയധികം ഉണ്ടാകും. മുഴുവൻ ദിവസത്തെയും കണക്കെടുക്കേണ്ടതാണ്. ഈ കണ്ണുകൾ വളരെയധികം ചതിക്കുന്നു. ആരെയെങ്കിലും കണ്ടു എങ്കിൽ ചിന്ത വരും, ഇവർ വളരെ നല്ലതാണ്, പിന്നെ സംസാരിക്കും. അവർക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കട്ടെ, ഇന്നത് കഴിപ്പിക്കട്ടെ എന്ന ആഗ്രഹമുണ്ടാകും. അതേ ചിന്ത നടന്നുകൊണ്ടിരിക്കും. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, ഇതിൽ വളരെ വലിയ പ്രയത്നമാണ്. കർമ്മേന്ദ്രിയങ്ങൾ വളരെയധികം ചതിക്കുന്നു. രാവണ രാജ്യമാണല്ലോ. ബാബ പറയുന്നു, അവിടെ ചിന്തയുടെ ഒരു കാര്യവുമില്ല. കാരണം രാവണ രാജ്യമേ അല്ല, ചിന്തയുടെ കാര്യമേ ഇല്ല. അവിടെയും ചിന്തയുണ്ടാവുകയാണെങ്കിൽ പിന്നെ നരകവും സ്വർഗവും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? കുട്ടികളായി നിങ്ങൾ വളരെ വളരെ ഉയർന്ന പദവി നേടുന്നതിനായി ഭഗവാനിൽ നിന്നും പഠിക്കുകയാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മായ നിന്ന ഉണ്ടാക്കിക്കുന്നു. നിങ്ങൾ അപകാരം ചെയ്തു, ഞാൻ ഉപകാരം ചെയ്യുന്നു. കുട്ടികളെ, നിങ്ങൾ അഥവാ കുദൃഷ്ടി വയ്ക്കുകയാണെങ്കിൽ തൻ്റെ തന്നെ നഷ്ടമുണ്ടാക്കും. വളരെ വലിയ ലക്ഷ്യമാണ്. അതിനാൽ ബാബു പറയുന്നു, തൻ്റെ കണക്ക് നോക്കൂ. ഏതെങ്കിലും വികർമ്മം ചെയ്തില്ലല്ലോ, ആരെങ്കിലും ചതിച്ചില്ലല്ലോ.
ഇപ്പോൾ വികർമാജീത് ആകേണ്ടതുണ്ട്. വികർമാജീത് സംവത്സരത്തെക്കുറിച്ച് കുട്ടികളായ നിങ്ങൾക്കല്ലാതെ ആർക്കും അറിയില്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നു. വികർമാജീത് ആയിരുന്നിട്ട് 5000 വർഷമായി. പിന്നെ വികർമ്മം ചെയ്യുന്നു. അപ്പോൾ വാമമാർഗത്തിലേക്ക് പോകുന്നു. കർമ്മം, അകർമ്മം, വികർമ്മം എന്ന വാക്കുകളുണ്ടല്ലോ. മായയുടെ രാജ്യത്തിൽ മനുഷ്യർ ഏതൊരു കർമ്മം ചെയ്യുന്നു അത് വികർമ്മം തന്നെയാണ് ആകുന്നത്. സത്യയുഗത്തിൽ വികാരങ്ങളില്ല. അപ്പോൾ വികർമ്മമൊന്നും ഉണ്ടാകുന്നില്ല. ഇതും നിങ്ങൾ അറിയുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെ 3ാമത്തെ നേത്രം ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ ത്രിനേത്രി ആയിരിക്കുന്നു. അപ്പോൾ ത്രികാലദർശിയും ത്രിനേത്രിയും ആക്കുന്നവൻ ബാബയാണ്. നിങ്ങൾ ആസ്തികരായി അപ്പോൾ ത്രികാലദർശി ആയിരിക്കുന്നു. മുഴുവൻ ഡ്രാമയുടെയും രഹസ്യം ബുദ്ധിയിലുണ്ട്. മൂലവതനം, സൂക്ഷ്മവതനം, സ്ഥൂലവതനം, 84ന്റെ ചക്രം, പിന്നെ മറ്റു ധർമ്മങ്ങൾ അഭിവൃദ്ധി നേടുന്നു. അവർക്ക് സദ്ഗതി ഒന്നും ഉണ്ടാക്കുവാൻ കഴിയില്ല. അവരെ ഗുരു എന്നും പറയുവാൻ സാധിക്കില്ല. സർവരുടെയും സദ്ഗതി ഉണ്ടാക്കുന്നത് ഒരേ ഒരു ബാബയാണ്. ഇപ്പോൾ സർവരുടെയും സദ്ഗതി ഉണ്ടാകേണ്ടതുണ്ട്. അവർ ധർമ്മസ്ഥാപകർ എന്നാണ് പറയുന്നത്, ഗുരു എന്നല്ല. ധർമ്മസ്ഥാപകൻ ധർമ്മം സ്ഥാപിക്കുവാൻ നിമിത്തമാകുന്നു. ബാക്കി സദ്ഗതിയൊന്നും ചെയ്യുന്നില്ല. അവരെ ഓർമ്മിക്കുന്നതിലൂടെ സദ്ഗതിയൊന്നും ഉണ്ടാവുക സാധ്യമല്ല. വികർമ്മം വിനാശമാവുക സാധ്യമല്ല. അതെല്ലാം ഭക്തിയാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മായ വളരെ ദുഷ്കരമാണ്. ഇതിന്മേൽ തന്നെയാണ് യുദ്ധം നടക്കുന്നത്. നിങ്ങൾ ശിവശക്തി പാണ്ഡവ സേനയാണ്. നിങ്ങൾ ഏവരും വഴികാട്ടികളാണ്. ശാന്തിധാമിലേക്കും സുഖധാമത്തിലേക്കുമുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. ഗൈഡ്സ് നിങ്ങളാണ്. ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും എന്ന് പറയുന്നു. പിന്നെ മറുഭാഗത്ത് അഥവാ ഏതെങ്കിലും പാപകർമ്മം ചെയ്യുകയാണ് എങ്കിൽ 100 മടങ്ങ് പാപമുണ്ടാകും. എത്ര സാധിക്കുമോ ഒരു വികർമ്മവും ചെയ്യാതിരിക്കണം. കർമ്മേന്ദ്രിയങ്ങൾ വളരെയധികം ചതിക്കുന്നു. ബാബ ഓരോരുത്തരുടെയും പെരുമാറ്റത്തിലൂടെ മനസ്സിലാക്കുന്നു. കുട്ടികൾക്ക് മായയുടെ കൊടുങ്കാറ്റ് വരുന്നു. സ്ത്രീയും പുരുഷനുമാണ് എന്ന് മനസ്സിലാക്കുന്നതിലൂടെയാണ് കൊടുങ്കാറ്റ് വരുന്നത്. ഈ കണ്ണുകളുടെ മേൽ എത്ര അധികാരം വെക്കേണ്ടതാണ്. നമ്മളാണെങ്കിൽ ശിവബാബയുടെ കുട്ടികളാണ്. ബാബയോട് പ്രതിജ്ഞ ചെയ്ത് രാഖിയും ബന്ധിക്കുന്നു. എന്നിട്ടും മായ ചതിക്കുന്നു. പിന്നെ മുക്തമാകുവാൻ സാധിക്കുന്നില്ല. കർമ്മേന്ദ്രിയങ്ങൾ എപ്പോഴാണോ വശത്താകുന്നത് അപ്പോഴാണ് കർമാതീത അവസ്ഥ ഉണ്ടാകുന്നത് സാധ്യമാകുന്നത്. നമ്മൾ ലക്ഷ്മി നാരായണനാകും എന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷേ വിവേകവും വേണമല്ലോ. ബാബ പറയുന്നു, ഡയറക്ഷൻ പ്രാവർത്തികമാക്കൂ. ബാബ ബാബ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കൂ. ബാബയിൽ നിന്നും നമ്മൾ പൂർണ്ണമായും സമ്പത്തെടുക്കും. ഇങ്ങനെയുള്ള ടീച്ചറിനെ ഒരിക്കലും ലഭിക്കുക സാധ്യമല്ല. ഈ എല്ലാ കാര്യങ്ങളും ദേവതമാർ പോലും അറിയുന്നില്ല. അപ്പോൾ പിന്നീടുള്ള ധർമ്മത്തിലുള്ളവർക്ക് എങ്ങനെ അറിയുവാൻ സാധിക്കും? ബാബ പറയുന്നു, ഞാൻ എന്തു പറഞ്ഞാലും ഇത് ശിവ് ബാബയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കൂ. ഇത് ദാദയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാതിരിക്കൂ. ഇതാണെങ്കിൽ എൻ്റെ രഥമാണ്. ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത്? കുട്ടികളായ നിങ്ങൾക്ക് രാജപദം ഞാനാണ് നൽകുന്നത്. ഈ രഥം നൽകുന്നില്ല. ഇദ്ദേഹമാണെങ്കിൽ തീർത്തും ബഗറാണ്. ഈ ഒന്നും ബാബയിൽ നിന്നാണ് സമ്പത്ത് നേടുന്നത്. എങ്ങനെയാണോ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യുന്നത് അതേപോലെ ഇദ്ദേഹവും ചെയ്യുന്നു. ഇദ്ദേഹവും സ്റ്റുഡൻറ് ലൈഫിലാണ്. ഈ രഥം ലോണായി എടുത്തിരിക്കുകയാണ്. തമോ പ്രധാനമാണ്. നിങ്ങൾ പൂജ്യ ദേവതയാകുന്നതിനായി, മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിനായി പഠിക്കുന്നു. ആരുടെയെങ്കിലും ഭാഗ്യത്തിലില്ല എങ്കിൽ പറയും, എനിക്ക് സംശയമുണ്ട്. ശിവബാബ എങ്ങനെയാണ് വന്ന് പഠിപ്പിക്കുക? എനിക്കും മനസ്സിലാകുന്നില്ല. ബാബയുടെ ഓർമ്മയില്ലാതെ വികർമ്മം വിനാശമാവുക സാധ്യമല്ല.
പൂർണ്ണമായും ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇത് രാജധാനിയാണ് സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നത്. രാജാക്കന്മാർക്ക് എത്ര ദാസിമാരുണ്ടായിരിക്കും? ബാബ, അതായത് ബ്രഹ്മാവ്, രാജാക്കന്മാരുടെ കണക്ഷനിൽ വന്നിട്ടുണ്ട്. ദാസിമാരെ സ്ത്രീധനമായി നൽകുന്നു. ഇവിടെ തന്നെ ഇത്രയും ദാസിമാരുണ്ട് എങ്കിൽ സത്യയുഗത്തിൽ എത്രയുണ്ടാകും? ഇതും രാജധാനിയാണ് സ്ഥാപിതമായി കൊണ്ടിരിക്കുന്നത്. ബാബ അറിയുന്നുണ്ട് എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. ഓരോരുത്തരുടെയും കണക്കിലൂടെ ബാബയ്ക്ക് പറഞ്ഞു തരാൻ സാധിക്കും. ഈ സമയം മരിച്ചു പോവുകയാണെങ്കിൽ എന്തായി മാറും? കർമാതീത അവസ്ഥ ഒടുവിൽ എല്ലാവരും നമ്പർ വൈസായി നേടുന്നു. അപ്പോൾ ഇത് സമ്പാദ്യമാണ്. സമ്പാദ്യത്തിൽ മനുഷ്യർ എത്ര ബിസിയായിരിക്കുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ടെലിഫോൺ കാതിലുണ്ടാകും. ഇങ്ങനെയുള്ള വ്യക്തിക്ക് ജ്ഞാനം എടുക്കുവാൻ സാധിക്കില്ല. ഇവിടെ ദരിദ്രരും സാധാരണക്കാരുമാണ് വരുന്നത്. ധനികർ ഒഴിവു സമയമില്ല എന്ന് പറയും. കേവലം ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ വികർമ്മം വിനാശമാകും. അതിനാൽ ബാബ മധുരമധുരമായ കുട്ടികൾക്ക് വീണ്ടും വീണ്ടും മനസ്സിലാക്കിച്ചു തരുന്നു. ഓരോരുത്തർക്കും ഈ സന്ദേശം നൽകണം. ശിവബാബ വന്നിരിക്കുകയാണ് എന്ന് നമുക്ക് എന്തറിയാം എന്നാരും തന്നെ പറയരുത്. മുഴുവൻ ദിവസവും ബാബ ബാബ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പല പെൺകുട്ടികളും വളരെയധികം ഓർമ്മിക്കുന്നുണ്ട്. ശിവബാബ എന്ന് പറയുമ്പോൾ തന്നെ പല കുട്ടികൾക്കും പ്രേമത്തിന്റെ കണ്ണുനീർ വരുന്നു. എപ്പോൾ പോയി കണ്ടുമുട്ടും? കണ്ടിട്ടില്ല, എന്നിട്ടും പിടഞ്ഞുകൊണ്ടിരിക്കുന്നു. കണ്ടിട്ടുള്ളവരാണെങ്കിൽ അംഗീകരിക്കുന്നില്ല. അവരാണെങ്കിൽ ദൂരെ ഇരുന്ന് കണ്ണുനീർ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു. അത്ഭുതമാണല്ലോ. ബ്രഹ്മാവിൻ്റെയും സാക്ഷാത്കാരം വളരെ പേർക്ക് ഉണ്ടാകുന്നു. മുന്നോട്ട് പോകുമ്പോൾ വളരെ പേർക്ക് സാക്ഷാത്കാരം ഉണ്ടാകും. മനുഷ്യന് മരിക്കേണ്ട സമയം വരുമ്പോൾ ഭഗവാനെ ഓർമ്മിക്കൂ എന്നെല്ലാവരും വന്ന് പറയുന്നു. നിങ്ങളും ശിവബാബയെ ഓർമ്മിക്കൂ. ബാബ പറയുന്നു, കുട്ടികളെ പുരുഷാർത്ഥത്തിൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അവസരം ലഭിക്കുമ്പോൾ മേക്കപ്പ് ചെയ്യൂ. സമ്പാദ്യം എത്ര ഭാരിച്ചതാണ്. ചിലരൊക്കെ ഇങ്ങനെയാണ്. അവർക്ക് എത്ര തന്നെ മനസ്സിലാക്കിച്ചു കൊടുത്താലും ബുദ്ധിയിൽ ഇരിക്കുകയില്ല. ബാബ പറയുന്നു, ഇങ്ങനെയുള്ളവരാകരുത്. തൻ്റെ മംഗളം ചെയ്യൂ. ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നടക്കൂ. നിങ്ങളെ ബാബ പുരുഷന്മാരിൽ ഉത്തമം ആക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് എയിം ഓബ്ജക്റ്റ്. ബാബ സർവീസിന് വേണ്ടി എത്ര യുക്തികൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. സന്ദേശം സർവർക്കും നൽകണം. ഇവർ തീർച്ചയായും സത്യമാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കട്ടെ. ഈ യുദ്ധത്തിലൂടെ തന്നെയാണ് വിശേഷിച്ച് ഭാരതത്തിലും പൊതുവായി മുഴുവൻ വിശ്വത്തിലും സുഖവും ശാന്തിയും ഉണ്ടാകുന്നത്. ഇങ്ങനെയെല്ലാമുള്ള നോട്ടീസ് എല്ലാ ഭാഷകളിലും അച്ചടിക്കണം. ഭാരതം എത്ര വലുതാണ് ഓരോരുത്തരും അറിയണം. നമുക്ക് അറിയുകയില്ലായിരുന്നു എന്നാരും തന്നെ പറയരുത്. എയ്റോപ്ലെയിനിൽ നിന്നും നോട്ടീസ് ഇട്ടോ പത്രത്തിലിട്ടോ നിങ്ങൾ ഉണർന്നില്ല എന്ന് നിങ്ങൾ പറയും. ഇതും കാണിക്കപ്പെട്ടിട്ടുണ്ട്. ശരി, മധുരമധുരമായ ശ്രീഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സ്വയം തന്നിൽ ഏതെല്ലാം മോശമായ ശീലങ്ങളുണ്ടോ അത് പരിശോധിച്ച് അവയെ മാറ്റുന്നതിനായി പ്രയത്നിക്കണം. തൻ്റെ സത്യമായ കണക്ക് വയ്ക്കണം. ബാബയുടെ ഡയറക്ഷൻ അനുസരിച്ച് നടക്കണം. ബാബയുടെ പേര് മോശമാകും വിധത്തിലുള്ള ഒരു കർമ്മവും ചെയ്യരുത്. തൻ്റെ ഉന്നതിയുടെ ചിന്ത വയ്ക്കണം. അല്പം പോലും കുദൃഷ്ടി വയ്ക്കരുത്. വരദാനം: സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും ഓരോ ആജ്ഞയും പാലിക്കുന്ന സമ്പൂർണ്ണ ആജ്ഞാകാരിയായി ഭവിക്കട്ടെ. സ്ഥൂലമായ ആജ്ഞകൾ പാലിക്കുവാനുള്ള ശക്തി വരുന്നത് സൂക്ഷ്മമായ ആജ്ഞകൾ പാലിക്കുന്ന കുട്ടികൾക്കാണ്.
സൂക്ഷ്മവും മുഖ്യവുമായ ആജ്ഞയാണ് നിരന്തരം ഓർമ്മയിൽ ഇരിക്കൂ. മനസ്സും വാക്കും കർമ്മവും കൊണ്ട് പവിത്രമാകൂ. സങ്കല്പത്തിൽ പോലും അപവിത്രതയും അശുദ്ധിയും ഉണ്ടാകരുത്. അഥവാ സങ്കല്പത്തിൽ പോലും പഴയ അശുദ്ധ സംസ്കാരം ടച്ച് ചെയ്യുന്നുവെങ്കിൽ സമ്പൂർണ്ണ വൈഷ്ണവൻ എന്നോ സമ്പൂർണ്ണ പവിത്രം എന്നോ പറയുകയില്ല. അതിനാൽ ഏതെങ്കിലും ഒരു സങ്കല്പം പോലും ആജ്ഞയില്ലാതെ നടക്കരുത്. അപ്പോൾ സമ്പൂർണ്ണ ആജ്ഞാനുവർത്തി എന്ന് പറയും. സ്ലോഗൻ: ബാബയെ അറിഞ്ഞ് ഹൃദയം കൊണ്ട് ബാബ എന്ന് പറയുക എന്നത് ഏറ്റവും വലിയ വിശേഷതയാണ്. അവ്യക്ത സൂചന: സദാ അചഞ്ചലവും ആടാത്തതും ഏകരസവുമായ സ്ഥിതി അനുഭവിക്കൂ. ഏകരസ സ്ഥിതി ഉണ്ടാക്കുന്നതിനായി കർമ്മയോഗിയാകൂ. കർമ്മയോഗിയുടെ മുന്നിൽ ആരും എങ്ങനെയുള്ളവർ വന്നാലും അവർ സ്വയം സദാ വേറിട്ടവരും പ്രിയപ്പെട്ടവരും ആയിരിക്കും. നോളജിലൂടെ അറിയും, ഇവരുടെ ഈ പാർട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ നല്ലതിനെ നല്ലതായി മനസ്സിലാക്കി സാക്ഷിയായി നോക്കും. മോശമായതിനെ ദയാഹൃദയരായി ദയയുടെ ദൃഷ്ടിയിലൂടെ പരിവർത്തനപ്പെടുത്തുന്നതിൻ്റെ ശുഭഭാവനയിലൂടെ സാക്ഷിയായി നോക്കും. ഇതുതന്നെയാണ് ഏകരസസ്ഥിതി ഉണ്ടാക്കുവാനുള്ള ഉപാധി. ഓം ശാന്തി. ഞാൻ ആത്മാവ് ഒരു തിളങ്ങുന്ന നക്ഷത്രമായി ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഞാൻ ശാന്തമാണ്. പീസ് ഹൗസാണ്. ശാന്തിയുടെ സ്വരൂപമാണ്. എന്നിൽ നിന്നും നാനാഭാഗത്തേക്കും ശാന്തിയുടെ വൈബ്രേഷൻസ് വ്യാപിക്കുകയാണ്. പരമധാമത്തിൽ ശാന്തിയുടെ സാഗരമായ പരമജ്യോതിസായ ശിവബാബയിൽ നിന്നും ശാന്തിയുടെ അനന്ത കിരണങ്ങൾ നാനാഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ ആ കിരണങ്ങൾ ഇപ്പോൾ താഴേക്ക് വരികയാണ്. എന്നിൽ ഉൾക്കൊള്ളപ്പെടുകയാണ്. പരമാത്മാ ശാന്തി എന്നിൽ നിറഞ്ഞ് നാനാ ഭാഗത്തേക്കും വ്യാപിക്കുകയാണ്. മുഴുവൻ വിശ്വത്തിലും ശാന്തിയുടെ ഈ തരംഗങ്ങൾ എത്തിച്ചേരുകയാണ്. മുഴുവൻ വിശ്വത്തിലും അനേകം ആത്മാക്കൾ അനേകം
കാരണങ്ങളാൽ അശാന്തിയുടെ ജ്വാലയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പരമാത്മാ ശാന്തിയുടെ ഈ തരംഗങ്ങൾ ശീതളമായ വൈബ്രേഷൻസ് 4 ഭാഗത്തും വ്യാപിച്ച് ആ ആത്മാക്കളുടെ ചിത്തത്തിലെ അശാന്തിയുടെ അഗ്നിയെ അണയ്ക്കുന്നു. ആ സർവ ആത്മാക്കളുടെയും മനസ്സ് ശാന്തമായി കൊണ്ടിരിക്കുന്നു. പരമാത്മാ ശാന്തി എന്നിൽ നിറഞ്ഞ് 4 ഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. മുഴുവൻ വിശ്വത്തിലും ഡീപ് സൈലൻസ് രക്ഷിക്കപ്പെടുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയാണ്. സൂക്ഷ്മലോകത്തിലേക്ക് ഞാൻ എത്തിച്ചേരുന്നു. ഞാൻ ബാപ് ദാദയുടെ കൂടെയാണ്. ബാബയുടെ മസ്തകത്തിൽ നിന്നും ശാന്തിയുടെ അനന്ത കിരണങ്ങൾ താഴെ ലോകത്തിൽ വ്യാപിക്കുന്നു. ശാന്തിയുടെ സാഗരത്തിൻ്റെ ശാന്തിയുടെ സമ്പൂർണ്ണ പ്രവാഹം വിശ്വത്തിലെ മുഴുവൻ ആത്മാക്കളിലും എത്തിച്ചേരുന്നു. ഞാനും ബാബയുടെ കൂടെ പീസ് ഹൗസായി സ്ഥിതി ചെയ്യുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയാണ്. എൻ്റെ മസ്തകത്തിൽ നിന്നും എൻ്റെ നയനങ്ങളിൽ നിന്നും ശാന്തിയുടെ കിരണങ്ങൾ മുഴുവൻ ലോകത്തിലും വ്യാപിക്കുകയാണ്. സൂക്ഷ്മ ലോകത്തിൽ നിന്നും ബാപ് ദാദ
പാതയോടൊപ്പം ഞാനും ശാന്തിയുടെ വൈബ്രേഷൻസ് മുഴുവൻ വിശ്വത്തിലേക്കും വ്യാപിപ്പിക്കുന്നു. ലോകത്തിലെ അനേകം ആത്മാക്കൾ ശാന്തിയുടെ അനുഭവം നേടി ശാന്തിയുടെ സാഗരമായ ബാബയിലേക്ക് ആകർഷിതരാകുന്നു. ഇപ്പോൾ ഞാൻ തിളങ്ങുന്ന മണിയായ ആത്മാവ് സൂക്ഷ്മ ദേഹത്തിൽ നിന്നും വേർപെട്ട് ശാന്തിധാമം ആകുന്ന എൻ്റെ ആത്മഗ്രഹത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഞാൻ ശാന്തിധാമത്തിലാണ്. ഇവിടെ 4 ഭാഗത്തും അസീമമായ ശാന്തിയാണ്. എൻ്റെ ചിത്തം സമ്പൂർണ്ണ ശാന്തിയിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ മുന്നിൽ ശാന്തിയുടെ സാഗരത്തെ ഞാൻ ദർശിക്കുന്നു. ശാന്തി സാഗരത്തിൽ നിന്നും ശാന്തിയുടെ അനന്ത കിരണങ്ങൾ താഴെ മുഴുവൻ ലോകത്തിലേക്കും വ്യാപിക്കുകയാണ്. ഞാൻ ആത്മാവ് മാസ്റ്റർ ശാന്തി സാഗരമാണ്. ശാന്തി സാഗരമായ ബാബയോടൊപ്പം മുഴുവൻ വിശ്വത്തിലേക്കും ശാന്തിയുടെ വൈബ്രേഷൻസ് വ്യാപിപ്പിക്കുകയാണ്. ശാന്തിയുടെ ഈ വൈബ്രേഷൻസ് സർവ ആത്മാക്കളെയും ശാന്തമാക്കിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിൽ നിന്നും
അശാന്തി മാഞ്ഞു പോവുകയാണ്. ശാന്തിയുടെ തരംഗങ്ങൾ പ്രാപ്തമാക്കി എല്ലാ ആത്മാക്കളുടെയും ചിത്തം ശാന്തമാകുന്നു. അന്തരീക്ഷം മുഴുവൻ ശാന്തിയുടെ തരംഗങ്ങൾ നിറഞ്ഞ് സമ്പൂർണ്ണ ശാന്തമാകുന്നു. ഞാനും ശാന്തി സാഗരവുമായി കമ്പൈൻഡ് ആയിരിക്കുന്നു. എന്നിലും സമ്പൂർണ്ണ ഈശ്വരീയ ശാന്തിയുടെ നിറവ് ഞാൻ അനുഭവിക്കുന്നു. പരമാത്മാ ശാന്തിയാൽ നിറഞ്ഞിരിക്കുന്ന ഞാൻ ആത്മാവ് താഴേക്ക് വരുന്നു. സൂക്ഷ്മ ലോകത്തിലേക്ക് എൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയാണ്. എന്നിൽ നിന്നും നാനാഭാഗത്തേക്കും ശാന്തിയുടെ പ്രകാശം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ ഫരിഷ്തയായ ഞാൻ ശാന്തിയുടെ പ്രകാശം നാനാഭാഗത്തും വ്യാപിപ്പിച്ചുകൊണ്ട് താഴേക്ക് വരുന്നു. ആകാശം മുഴുവൻ ശാന്തിയുടെ തരംഗങ്ങളാൽ നിറയുന്നു. മുഴുവൻ പ്രകൃതിയും ശാന്തിയുടെ കിരണങ്ങൾ ഉൾക്കൊള്ളുകയാണ്. ഫരിഷ്തയായ ഞാൻ എൻ്റെ സ്ഥൂല ദേഹത്തിലേക്ക് പ്രവേശിക്കുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയായി ദേഹത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ദേഹം മുഴുവൻ ശാന്തിയുടെ പ്രകാശ കിരണങ്ങൾ വ്യാപിച്ച് സർവ കർമ്മേന്ദ്രിയങ്ങളും സമ്പൂർണ്ണ ശീതളവും ശാന്തവും ആകുന്നു.